ഈ കാണുന്നതാണ് ദുബായിലെ പ്രശസ്തമായ മംസാർ പാർക്ക്. മണൽ നഗരത്തിൽ പ്രകൃതി കനിഞ്ഞു നൽകിയ കരയും കടലും ഒരുമിക്കുന്ന ഈ പച്ചപ്പിലാണ് ഇവിടുത്തുകാർ ആഴ്ചയുടെ അവസാനങ്ങളിൽ കിട്ടുന്ന ഒഴിവുവേളകൾ ചിലവഴിക്കാനെത്തുന്നത്. 2005 നവംബർ 25 ഉച്ചതിരിഞ്ഞ് ഇവിടെ സാധാരണയിൽ കൂടുതലായ തിരക്കനുഭവപ്പെട്ടു. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇന്നാണ് മലയാളികളുടെ മനസ്സിനെ ജയിച്ച ഒട്ടനവധി കഥാപാത്രങ്ങളെയും മുഹൂർത്തങ്ങളെയും സമ്മാനിച്ച മെഗാസ്റ്റാർ മമ്മൂട്ടി ആരാധകരെ കാണുവാനായി നേരിട്ടെത്തുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ ദിവസം മലയാള സിനിമയിലെ ഒരു ചരിത്ര ദിവസമായി മാറുന്നത്. ദുബായിലെ മംസാർ പാർക്കിൽ തിയേറ്ററിൽ വന്ന് സിനിമ കണ്ട് കൈയടിച്ച തന്റെ ആരാധകരെ ഇന്ന് മെഗാസ്റ്റാർ നേരിട്ട് കാണുവാൻ മംസാർ പാർക്കിലെത്തുന്നു. സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ള തങ്ങളുടെ സൂപ്പർ താരത്തിനെ നേരിട്ട് കണ്ട് ഈ സംരംഭത്തിൽ ഭാഗമാകാനുള്ള ആവേശം മംസാർ പാർക്കിൽ വരവേൽക്കാൻ നിന്നിരുന്ന ഓരോ വ്യക്തിയുടെ മുഖത്ത് കാണാമായിരുന്നു. റേഡിയോ രംഗത്തെ പ്രമുഖരായ ഹിറ്റ് 96.7 FM ആഡ്വ അഡ്വർടൈസിംഗും ചേർന്നൊരുക്കിയ മമ്മൂട്ടി ഹിറ്റ് പരേഡിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് കണ്ണോടിക്കാം. ഈ വേളയിൽ കണ്ണിന് വിരുന്നൊരുക്കുന്ന ദൃശ്യങ്ങൾ ഒരുപാടുണ്ട്. വേൾഡ് ട്രേഡ് സെന്ററിന്റെ ഹെലിപാഡാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ട് ഇവിടെ നിന്നാണ് അദ്ദേഹം മംസാർ പാർക്കിൽ ഒത്തുകൂടിയിരിക്കുന്ന തന്റെ ആരാധകരെ കാണുവാൻ വേണ്ടി യാത്ര തുടങ്ങുന്നത്. ക്യാപ്റ്റൻ നൌഷദ് ആൻഡ് ക്രൂവിന്റെ നേതൃത്വത്തിൽ ട്രൈറ്റൻ അവിയേഷന്റെ പ്രത്യേകം സജ്ജീകരിച്ച ഹെലികോപ്റ്ററിൽ യാത്ര ആരംഭിക്കുവാനായി ഓറഞ്ച് കളർ ടീഷർട്ടും ബ്ലൂ ജീൻസും അണിഞ്ഞ മെഗാസ്റ്റാർ ഹെലിപാഡിലെത്തി. ഇവരുടെ സാന്നിധ്യത്തിൽ മെഗാസ്റ്റാർ ഹെലികോപ്റ്ററിലേക്ക് നടന്നെടുക്കുമ്പോൾ സ്ക്രീനിലെ അദ്ദേഹത്തിന്റെ ഹൈഫൈ ക്യാരക്ടേഴ്സിന്റെ പ്രൗഢി ഈ സന്ദർഭത്തിനും ഉണ്ടായിരുന്നത് സംശയമില്ലാത്ത വസ്തുതയാണ്. ഹെലികോപ്റ്റർ യാത്രയിൽ ഹിറ്റ് 96.7 FM ആർജേസായ മായയുടെയും നൈലയുടെയും സാന്നിധ്യം മെഗാസ്റ്റാറിനൊപ്പം ഉണ്ടായിരുന്നു. തന്റെ ആരാധകരെ കാണാൻ തയ്യാറെടുക്കുന്ന ഈ യാത്രയിലും തന്റേതായ ശൈലി കാട്ടുകയാണ്. സാങ്കേതിക രംഗങ്ങളിൽ എന്നും ശ്രദ്ധ ചെലുത്താറുള്ള മമ്മൂട്ടി ട്രൈറ്റന്റെ ഈ കോപ്റ്ററിനെ കുറിച്ചും ക്യാപ്റ്റൻ ആൻഡ് ക്രൂവിൽ നിന്നും പ്രത്യേകം മനസ്സിലാക്കി. ദുബായിലെ ദ മോസ്റ്റ് ഹാപ്പനിംഗ് ലെഷർ പോയിന്റ് ആയ മംസാർ പാർക്കിൽ തയ്യാറെടുപ്പുകൾ ഉച്ചയോടെ പൂർത്തിയായി കഴിഞ്ഞിരുന്നു. ദുബായ് പോലീസ് സർവീസും നൂറുകണക്കിന് വരുന്ന സെക്യൂരിറ്റി ഗാർഡ്സും ഈ കാണുന്ന ഹെലിപാഡിൽ ട്രൈറ്റൻ അവിയേഷന്റെ മെഗാസ്റ്റാർ വന്നിറങ്ങുന്ന ഹെലികോപ്റ്ററിന് ലാൻഡ് ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ സിനിമകളെപ്പോലെ പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന രംഗങ്ങൾ ഇനി കാണാനിരിക്കുന്നതേയുള്ളൂ. ആദ്യ ഹെലികോപ്റ്റർ യാത്രയുടെ എക്സൈറ്റ്മെന്റിലായിരുന്നു ആർജേസായ മായയും നൈലയും. അതിനേക്കാൾ ഉപരി തങ്ങൾ ഇഷ്ടപ്പെടുന്ന മെഗാസ്റ്റാറിനൊപ്പമുള്ള ഈ നിമിഷങ്ങൾ എക്കാലവും ഓർത്തുവെക്കാവുന്ന മുതൽക്കൂട്ടുകളാകുന്നു. മലയാളിയായ ക്യാപ്റ്റൻ നൌഷാദിന്റെയും കുറേക്കാലത്തെ ആഗ്രഹമായിരുന്നു മമ്മൂട്ടിയെ നേരിട്ട് കാണുക എന്നത്. എന്നാൽ ഇന്ന് അദ്ദേഹത്തിനൊപ്പമുള്ള ഈ യാത്രയിൽ മുഖ്യ പങ്കുവഹിക്കാൻ ക്യാപ്റ്റൻ നൌഷാദിനും കഴിഞ്ഞു. യാത്രയക്കാൻ വന്നവർക്കും ഹിറ്റ് 96.7 FM ആർജേസിനും ബെസ്റ്റ് വിഷസ് മെഗാസ്റ്റാർ നേർന്നുകൊണ്ട് പ്രയാണം തുടങ്ങുകയാണ്. മമ്മൂട്ടി ഹിറ്റ് പരേഡിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ്. ക്യാപ്റ്റൻ ആൻഡ് ക്രൂവിന്റെ ഫുൾ ഇൻസ്പെക്ഷന് ശേഷം കോപ്റ്റർ ടേക്ക് ഓഫിന് തയ്യാറെടുത്തു. മലയാളത്തിലെന്നല്ല, ഇന്ത്യയിലെ മറ്റൊരു നടനും നേടാൻ കഴിയാത്ത നേട്ടത്തിന്റെ ആഘോഷങ്ങളിലെ അത്യപൂർവമായ തയ്യാറെടുപ്പ്. ഹിറ്റ് പരേഡിലേക്കുള്ള ആദ്യ ചുവടുവെപ്പിന്റെ ഈ നിമിഷത്തിൽ തന്നെ ഉയരങ്ങളിലെത്താൻ കാരണമാക്കിയ ആയിരക്കണക്കിന് വരുന്ന ആരാധകരെപ്പറ്റി അദ്ദേഹം ഓർത്തിരിക്കണം. ഇനി നമുക്ക് ഹിറ്റ് പരേഡിന്റെ വേദിയായ മംസാർ പാർക്കിലെ ഒരുക്കങ്ങളിലേക്ക് കണ്ണോടിക്കാം. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മുഖംമൂടി അടിഞ്ഞുകൊണ്ട് ആരാധകരും 100ഓളം വരുന്ന ചിയർ ലീഡേഴ്സും ഹിറ്റ് 96.7 FM ആർജേസ് ഇവരുടെ എല്ലാം സാന്നിധ്യം കൊണ്ട് സമൃദ്ധമായിരുന്നു അപ്പോൾ മംസാർ പാർക്ക്. ഉയരങ്ങളിൽ നിന്നുകൊണ്ട് ഉന്നതങ്ങളിലെത്തിയ ദുബായ് എന്ന നഗരത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. ദുബായിയുടെ അഭിമാനത്തിന്റെ പ്രതീകമായ ഷെയ്ഖ് സായിദ് റോഡിലെ എമിറേറ്റ്സ് ടവേഴ്സ് ഹെലികോപ്റ്ററിൽ ഇരുന്നു കൊണ്ട് ആസ്വദിക്കുമ്പോൾ മെഗാസ്റ്റാറിന് അത് തീർത്തും വ്യത്യസ്തതയുള്ള കാഴ്ചയായിരുന്നു. കാരണം അനേകം തവണ ദുബായ് സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും ഈ അവസരം പ്രത്യേകത ഉള്ള ഒന്ന് തന്നെയാണെന്ന് മെഗാസ്റ്റാറും സമ്മതിക്കുന്നു. അത്ര കണ്ട് തന്റെ വിജയങ്ങളുടെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കി തന്നെയായിരുന്നു മെഗാസ്റ്റാറിന്റെ ആരാധകർ ഒരുക്കിയ ഈ ആഘോഷം. ഈ നേരത്ത് ഹിറ്റ് 96.7 FM ആർജെയായ മിഥുൻ ഈ സംരംഭത്തിൽ പങ്കാളികളായ ഹിറ്റ് FM മറ്റ് ആർജേസിനെ പരിചയപ്പെടുത്തുകയും മമ്മൂട്ടി ഹിറ്റ് പരേഡിന്റെ പ്രാധാന്യത്തെപ്പറ്റിയുമെല്ലാം കൂടെ നിന്നിരുന്ന ജനങ്ങളെ അറിയിച്ചു. ഈ ആഘോഷത്തിന് സന്ദർഭമൊരുക്കിയ 7 ഹിറ്റ് ചിത്രങ്ങൾ, അതിലെ കഥാപാത്രങ്ങളും ഈ സിനിമകളുടെ പ്രത്യേകതകളുമെല്ലാം വാക്കുകളാൽ എത്തിച്ചുകൊണ്ട് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ആയിരക്കണക്കിന് വരുന്ന ആരാധകരെ ഈ സായാഹ്നവേളയിലേക്ക് മിഥുൻ സ്വാഗതം ചെയ്തു. കോപ്റ്റർ യാത്രക്കിടയിൽ ആർജേസായ നൈലയും മായയും
അദ്ദേഹത്തിന്റെ വിജയത്തിന് കളമൊരുക്കിയ 7 ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളെ പറ്റിയായിരുന്നു ചർച്ച.